സഭാപിതാവായ വിശുദ്ധ അഗസ്റ്റിൻ ആത്മീയ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ആത്മീയ ജീവിതത്തിൽ നാം മാറ്റേണ്ട രണ്ട് തിന്മകളുണ്ട്. അത് ഭയവും നിരാശയുമാണ്. അത് നമ്മുടെ ജീവിതത്തെ അടിമുടി ബാധിക്കാൻ ഇടവരും. ഏലിയ തീക്ഷ്ണമതിയായിരുന്നു. തൻ്റെ തീക്ഷ്ണമായ പ്രാർത്ഥനയാൽ അഗ്നി ഇറക്കി കർത്താവിൻ്റെ ബലിയർപ്പണം സ്വീകരിച്ചവനാണ് ഏലിയ. എന്നാൽ ചൂരൽ ചെടിയുടെ ഇടയിൽ കാലുകൾക്കിടയിൽ മുഖം അമർത്തി ഭയത്തോടുകൂടെ തൻ്റെ ജീവനെ എടുക്കണമേ എന്ന് അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ജസവലിൻ്റെ ഭീഷണിക്ക് മുമ്പിൽ ദൈവത്തിൻ്റെ ശക്തി കണ്ടവൻ വെറുമൊരു ഭരണാധിപതിയുടെ ഭീഷണിക്ക് മുമ്പിൽ തളർന്നു പോകുന്ന അനുഭവം. എത്ര ആത്മീയ അഭിഷേകത്തിലായിരുന്നാലും ഇടയ്ക്ക് ക്ഷണിക്കാതെ വിരുന്നെത്തുന്ന ഒന്നാണ് ഭയവും നിരാശയും. ഇത് യാഥാർത്ഥ്യങ്ങളാണ്. എന്നാൽ ദൈവം ഓർമ്മപ്പെടുത്തുന്ന ഒന്നുണ്ട്. നിന്റെ ജീവിതത്തിൽ നിന്ന് ഈ തിന്മകളെ മാറ്റി നിർത്തുക. വചനത്തിൽ നാം വായിക്കുന്നുണ്ട്, ഉൽപ്പത്തിയുടെ പുസ്തകം 15-ാം അധ്യായം 1-ാം തിരുവചനം. എബ്രഹാത്തിനോടുള്ള ദൈവത്തിൻ്റെ നിർദ്ദേശമാണ്, ഭയപ്പെടേണ്ട, പരിച പോലെ നിന്നോടുകൂടെ ഞാനുണ്ട്. നിനക്കുള്ള പ്രതിഫലം വളരെ വലുതായിരിക്കും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കർത്താവ് എടുത്തു പറയുന്ന ദൈവിക സന്ദേശം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം ഇതാണ്: ഭയം ഒന്നിലും നമുക്ക് സഹായമായി തീരാൻ ഇടവരികയില്ല. ഏലിയ തൻ്റെ വേദന കർത്താവിൻ്റെ പക്കൽ പങ്കുവച്ചപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ എത്രയോ ഹൃദ്യമാണ്. അവനെ ദൈവം പോറ്റി, അവന് വിശ്രമം അനുവദിച്ചു, അവന് പോഷണം നൽകി. ഹുങ്കാര ശബ്ദമുള്ള കൊടുങ്കാറ്റിലല്ല, തകർത്തെറിയുന്ന ഇടിമുഴക്കത്തിലല്ല, ശാന്തമായ കാറ്റിലൂടെ അവനോട് ദൈവം സംസാരിച്ചു. തകർന്നു പോകുന്നവൻ്റെ മുമ്പിൽ ശാസനയുടെ സ്വരമല്ല, ചേർത്ത് പിടിക്കുന്ന അനുഭവമാണ് ദൈവത്തിൻ്റേത്. നമ്മുടെ മുമ്പിൽ നിസ്സഹായരായി നിൽക്കുന്നവരെ നാം അവരോട് എപ്രകാരം ഇടപഴകുന്നു എന്ന് ചിന്തിക്കേണ്ട ഒന്ന് ഇവിടെ നമുക്കുണ്ട്. കുറ്റപ്പെടുത്താനും മുറിപ്പെടുത്താനുമാണോ നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യേകമായ താല്പര്യം? അല്ലാതെ ചേർത്ത് നിർത്താനുള്ള മനോഭാവം നമുക്കുണ്ടോ? ശിക്ഷയല്ല, ശിക്ഷണമാണ് ആവശ്യം. ശിക്ഷണം ചേർത്ത് നിർത്തലാണ്. ഏലിയായോട് ദൈവം പറയുന്നുണ്ട്, നീ ഭക്ഷിക്കുക, നീ പാനം ചെയ്യുക, ഇനിയും ഒരുപാട് യാത്ര നിനക്കുണ്ട്. ദൈവത്തോട് വിശ്വസ്തത പ്രകടിപ്പിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് വേദനയോടുകൂടെ ഏലിയ പറയുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഇല്ല, 7000 പേർ ഇനിയും ദൈവത്തോട് വിശ്വസ്തത പ്രകടിപ്പിക്കാനായിട്ടുണ്ട്. ഇനിയും നിനക്ക് ചെയ്യാൻ ഒരുപാടുണ്ട്. നമ്മുടെ ജീവിതം നിസ്സാരമായ സംഭവങ്ങളിൽ തകർന്നു പോകുന്ന ഒന്നല്ല. നമ്മുടെ മുമ്പിൽ ഇനിയും യാത്രയ്ക്കായി ഒരുപാട് വഴികളുണ്ട്. നിരാശ അരുത്. പ്രഭാഷകന്റെ പുസ്തകത്തിൻ്റെ 3-ാമത്തെ അധ്യായം 10-11 തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായത്? കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തരായത്? കർത്താവിനെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? അവിടുന്ന് കരുണാമയനും ആർദ്ര ഹൃദയനുമാണ്. കഷ്ടതയുടെ ദിനങ്ങളിൽ അവിടുന്ന് രക്ഷയ്ക്കെത്തും. നമ്മുടെ ജീവിതത്തെ തകർത്തെറിയുന്ന, നമ്മുടെ ജീവിതത്തെ ഉറക്കുന്ന അനുഭവത്തിലേക്ക് നയിക്കുന്ന നിരാശയിൽ നിന്നും ഭയത്തിൽ നിന്നും നമുക്ക് വിടുതൽ പ്രാപിക്കുക. പ്രത്യാശയോടെ കർത്താവിൽ ആശ്രയിക്കുക. ഈ തപസ്സുകാലം ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ നമുക്ക് സമ്മാനിക്കുന്ന അനുഭവമാണ്. വിശ്വാസത്തോടെയും പ്രത്യാശയോടെയും കർത്താവിൻ്റെ പക്കൽ വ്യാപരിക്കുക. ഏലിയ നമുക്കൊരു പാഠമാകട്ടെ.